ഏറെ ബഹുമാനരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സിദ്ദിഖ് അടക്കമുള്ള പ്രിയമുള്ളവർ, ഒരു ദീർഘമായ പ്രസംഗം കഴിഞ്ഞു. ഞാൻ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രചരണത്തിന് പോകുമ്പോൾ അവരുടെ കൂടി ആവശ്യമാണ് മറ്റുള്ളവർ വരിക. പക്ഷെ ഇവിടെ പ്രചരണത്തിന് വരുമ്പോൾ അത് ഈ പ്രചരണത്തിന് വരുന്ന ആളുകളുടെ ആവശ്യമാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് പ്രചരണത്തിന്റെ ഭാഗമാവുക എന്നുള്ളത്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലാണ് പ്രചരണം നടത്തുവാൻ വരുന്നത് എന്ന ബോധ്യമാണ് ഞങ്ങളെല്ലാവരെയും ഇവിടേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നത് നടക്കൂ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. കാരണം ഇവിടെ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്ന സർവേയിൽ പറയുന്നു 400-ലധികം സീറ്റുമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് മടങ്ങി വരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു 400-ലധികം സീറ്റുകൾ എനിക്ക് ലഭിക്കാനും പോവുകയാണ്. അങ്ങനെ പറയുമ്പോ എന്റെ ന്യായമായ ചോദ്യം, 400-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്കിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി മോദി ചെയ്ത 2 ചെയ്തികൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ, ഒന്ന്, കോൺഗ്രസ് പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയുടെ മുഖ്യമന്ത്രിയെ അകാരണമായി പിടിച്ച് ജയിലിലടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഇല്ല. അപ്പൊ ഈ 2 ചെയ്തികൾ കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം 400-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് സർവേ പറഞ്ഞാലും അത്തരത്തിലൊരു ആത്മവിശ്വാസവും ഇല്ലാത്തയാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇനി 400-ലധികം സീറ്റ് വേണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തരംഗമുണ്ടായിരുന്നു.
നരേന്ദ്രമോദിക്ക് വലിയ ഓളമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ സീറ്റുകൾ എത്രയാ? 303 സീറ്റ്. അവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ 400-ലധികം സീറ്റ് വേണമെങ്കിൽ 97 സീറ്റ് കൂടെ ജയിക്കണം. ഏത് സംസ്ഥാനത്തും 97 സീറ്റ് കിട്ടുക. BJPക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 കിട്ടുമ്പോൾ തന്നെ ഗുജറാത്തിൽ എല്ലാ സീറ്റിലും അവർ ജയിച്ചു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവിടെ സഖ്യമായി മത്സരിക്കുകയാണ്. ഇന്ത്യ മുന്നണി, ആം ആദ്മി പാർട്ടി അടക്കമുള്ള ആളുകളുമായിട്ട് സഖ്യമാണ്. അവിടെ നമ്മൾ 5 സീറ്റ് ജയിച്ചാൽ പോലും നമ്മുടെ 5 കൂടും. BJPക്ക് ആ സംസ്ഥാനത്ത് ഒരു സീറ്റുകൾ കൂട്ടാൻ പറ്റൂല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പരമാവധി സീറ്റ് ജയിച്ചു. ഇനി തൊട്ടടുത്ത സംസ്ഥാനം രാജസ്ഥാൻ. BJPക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 0 സീറ്റാണ് ലഭിച്ചത്. BJP എല്ലാ സീറ്റിലും ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അതിനപ്പുറമുള്ള ഒരു മുന്നേറ്റം അവർക്ക് സാധ്യമാണോ? അല്ല. മാത്രമല്ല നമ്മുടെ അശോക് ഗെഹ്ലോട്ടിനെ പോലെ, സച്ചിൻ പൈലറ്റിനെ പോലുള്ള ജനകീയരായ നേതാക്കന്മാർ നേരിട്ട് മത്സരിക്കുകയാണ്. അവരുടെ സീറ്റുകൾ മാത്രം ജയിച്ചാൽ പോലും 5 സീറ്റ് നമുക്ക് കിട്ടിയാൽ പോലും നമ്മുടെ 5 കൂടും. BJPയുടെ 303-ൽ നിന്ന് പിന്നെ 5 താഴോട്ട് വരും. മധ്യപ്രദേശ് രാജ്യത്ത് RSSന് ഏറ്റവും അധികം ശാഖകളുള്ള സംസ്ഥാനമാണ്. അവിടെ ഇനി ഒരു വലിയ മുന്നേറ്റം സാധ്യമാണോ? അല്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ജയിച്ചു. അപ്പൊ ഇത്തവണ നമ്മുടെ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ ഇനി BJPക്ക് സീറ്റ് കിട്ടാൻ കഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളാണ് അവർക്ക് ലഭിച്ചത്. ഇനി ഇത്തവണ നമ്മുടെ മുന്നേറ്റം പഞ്ചാബ് 13 സീറ്റുകൾ. ആ 13 സീറ്റുള്ള പഞ്ചാബിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അവിടെ ഒന്നുകിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കും. ഡൽഹിയിൽ 7 സീറ്റ്. അവിടെ ഈ പുതിയ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ജനം പ്രതിഷേധത്തിലാണ്. അവിടുത്തെ 7 സീറ്റിൽ ഒന്നുകിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കും. അപ്പൊ ഇനി BJPക്ക് സീറ്റ് കൂട്ടണമെങ്കിൽ ഉത്തരേന്ത്യയിൽ സീറ്റിന്റെ എണ്ണം കുറയും. സീറ്റ് കൂട്ടണമെങ്കിൽ എവിടെയാണ് കഴിയുക? ഈ ദക്ഷിണേന്ത്യയിൽ. ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് BJPക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ പറ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ BJPക്ക് എത്ര സീറ്റ്? നിങ്ങൾ പറ. എത്ര കിട്ടും? 0 സീറ്റല്ലേ? ഒരു കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഉറപ്പിച്ച് പറയാം, ജൂൺ മാസം 4-ാം തീയതി ഈ സംസ്ഥാനത്തിന്റെ കൗണ്ടിംഗ് പൂർത്തീകരിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോ കേരളത്തിൽ 20 സീറ്റ് നേടാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. BJPക്ക് 0. അതുപോലൊരു 0 തന്നെയായിരിക്കും ആരും കിട്ടാൻ പോകുന്നത്, ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കാൻ ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ട്രെയിനിൽ കയറി. ഞാനപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാ സാഹചര്യങ്ങളൊക്കെ, കേരളത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള സീറ്റ് വയനാടാണ്. അപ്പൊ എനിക്ക് സന്തോഷം. ഏറ്റവും ആത്മവിശ്വാസമുള്ള സീറ്റിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയല്ലേ? വയനാട്ടിൽ ജയിക്കൂ. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇവിടെ മത്സരിക്കുന്ന ശ്രീ K. സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം പത്രസമ്മേളനം നടന്നു. അദ്ദേഹം ജയിക്കും. നിങ്ങൾ ആ പത്രസമ്മേളനം ശ്രദ്ധിച്ചോന്നറിയില്ല. ആ പത്രസമ്മേളനത്തിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തൊട്ടടുത്തിരിക്കുക. ഞാൻ നോക്കുമ്പോൾ അയാളിരുന്ന് ചിരിക്കുക. തൊട്ടടുത്തിരുന്ന് സ്ഥാനാർത്ഥി സീരിയസ് ആയിട്ട് പറയാൻ ജയിക്കുമെന്ന് പറയുമ്പോ അവരുടെ ജില്ലാ പ്രസിഡന്റ് കുറിച്ചിരിക്കുക. ഇതാ അവസ്ഥ. ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യനും ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു ജീവിയെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ആകെ ഈ ഹൈവേകളിലൊക്കെയുള്ള ഒരു പച്ചത്തവളയുണ്ട്. അതെ, ഞാൻ പറഞ്ഞു, ഹൈവേയിലൊക്കെയുള്ള ഒരു പച്ചത്തവളയുണ്ട്. ഈ പച്ചത്തവളയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വലിയ ടോറസിന്റെ ലോറി വരുമ്പോ ഈ തവള ഇങ്ങനെ റോട്ടുമേലേക്ക് കയറിക്കും. എന്നിട്ട് ഈ തവള ടോറസ് ഓടിക്കുന്ന ലോറിയുടെ ഡ്രൈവറെ ഒരു നോട്ടുണ്ട്, നീ അടുത്തോട്ട് വന്ന ഇപ്പൊ ഞാനിത് മറിച്ചിട്ട് വിടാം. അടുത്തേക്ക് വന്നെന്താ സംഭവിക്കുക? ഇതിങ്ങനെ പീസായി ചിക്കിപ്പോകും എന്ന് പറയുന്നത് പോലെയാ. ആരെ തോൽപ്പിക്കുമെന്നാ പറയുന്നത്? രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്നാ പറയുന്നത്. കെട്ടിവെച്ച കാശ് പോലും BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ഈ വയനാട് ജില്ലയിൽ നിന്ന് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആരോടാണ്? രാഹുൽ ഗാന്ധിയോടാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോടാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുവാൻ കഴിഞ്ഞോ അതിന്റെ ഇരട്ടി ഭൂരിപക്ഷം അത് കൊടുത്ത 5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളോടേക്ക് വരുന്നത്. അതല്ലാതെ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കണമെന്ന് വയനാട്ടിൽ വന്ന് നിങ്ങളോട് പറയുന്ന കാര്യമുണ്ടോ? ഇല്ല. അത് ഇവിടുത്തെ ജനം തിരിച്ചറിഞ്ഞു വെച്ചിരിക്കുക. ഇവിടെ
ഇവിടുത്തെ ആനി രാജയ്ക്കും സുരേന്ദ്രനും വയനാട്ടിൽ വോട്ടില്ലാത്തത് ഭാഗ്യം. അവർ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കെ സുരേന്ദ്രനും ആനി രാജയും വരെ വോട്ട് ചെയ്യുക. അത് നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കായിരിക്കും. കാരണം കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. അല്ലേ MBA കാണാനില്ല. ആരെ പറ്റി പറയുക? രാഹുൽ ഗാന്ധിയെ പറ്റി. ഈ രാജ്യത്തിന്റെ നേതാവിനെ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ നേതാവിനെ, ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ നേതാവിനെ, ഈ രാജ്യത്തെ ഭരണഘടനാപരമായി ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെ നേതാവിനെ വയനാട്ടിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോ ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയാൻ? വയനാട്ടിലെ ജനതയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ സാമീപ്യം ഏതൊരു അവസരങ്ങളിലും ആവശ്യങ്ങളിലും ഇല്ലാതെ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, ഈ നാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോ, ഈ നാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ നാട്ടിലിറങ്ങിയുള്ള അക്രമം ഉണ്ടായപ്പോ നമുക്ക് താങ്ങായി ചേർത്ത് പിടിക്കാനുണ്ടായിരുന്ന മനുഷ്യന്റെ പേര് പിണറായി വിജയനെന്നോ നരേന്ദ്രമോദിയെന്നോ അല്ലാതെ സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്ന ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ, ഈ നാട്ടിലെ മനുഷ്യന്മാരുടെ കുടുംബങ്ങളിൽ ഓരോ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ അവിടെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി, ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു മനുഷ്യനെ പറ്റി ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മുട്ടിലോട്ട് തരാമോ? മുട്ടിലോട്ട് പെട്ടെന്ന് തരാമോ? ഞാൻ ഇവിടെ ആളുണ്ട്. എത്ര സമയം കൊണ്ട് എത്താൻ പറ്റും മുട്ടിൽ? ആണോ? എന്നാൽ പിന്നെ അങ്ങനെ തന്നെയാ. വേണ്ട നിങ്ങൾ ഈ LED വണ്ടി എവിടെയുള്ള മുട്ടിലേക്ക് വിടുക. ബാക്കി നീ മുട്ടിലേക്ക് വരാനുള്ള ശ്രമം നടത്താം. ഏറെ ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ വലിയ അഭിമാന ബിംബമായ കർണാടകയുടെ പ്രിയപ്പെട്ട പുത്രൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും കരുത്തനായ കോൺഗ്രസിന്റെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ DK ശിവകുമാർ ഈ വേദിയിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിൽ മറ്റൊരു പ്രസംഗത്തിനും ഒരു വാക്കിനും പോലും പ്രസക്തിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വയനാടിന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട